കീക്കോട്ട് തങ്ങൾ, കടവല്ലൂർ മുസ്ലിം മഹലിന്റെ ആദരണീയനായ ഖത്തീബ് സുലൈമാൻ ദാരിമി ഉസ്താദ്, പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഒരു വലിയ ആദർശത്തിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടി നിർത്തി അവർക്ക് പ്രചോദനം നുകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത് ഇമ്പിച്ച് കോയത്തങ്ങൾ, നാടിന്റെ ദീനീ ചൈതന്യം ഇസ്ലാമിക് സെന്ററിലൂടെ വളർത്തിയെടുക്കാൻ ഒരു വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തന മേഖലകളിൽ സജീവത നിലനിർത്തുന്ന എന്റെ പ്രിയ സുഹൃത്ത് ഷാഫി മാഷ്, സലീം റഷാദി കൊല്ലം തുടങ്ങി ഈ അനുഗ്രഹീത മജ്‌ലിസിലെത്തിച്ചേർന്ന സുന്നത്ത് ജമാഅത്ത് വളരണം ഉയരണം എന്നാഗ്രഹിക്കുകയും സമുദായത്തിന്റെ കൂട്ടായ്മയും ഒത്തൊരുമയും കൊതിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരങ്ങളെ, കാരണവന്മാരെ, ഉമ്മപെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ സർവാദിനാഥനായ പടച്ചതമ്പുരാൻ നമ്മുടെ ഈ പരിശുദ്ധമായ ഏറ്റവും വിപുലവും വിജ്ഞാനപ്രദവും വിശാലവുമായ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പടച്ചതമ്പുരാൻ പുറത്തു തരികയും സ്വസ്ഥതയും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സാധാരണ പ്രഭാഷണ വേദികളിലെ വിഷയങ്ങളിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും പ്രവാചക സ്നേഹവും സ്വലാത്തും മരണവും ഖബറും പരലോകവും ഒക്കെ നാം ആവേശത്തോടുകൂടി ചർച്ച നടത്തുമ്പോ ഈ 10,000-കണക്കിന് ജനങ്ങളെ കടവല്ലൂർ എന്ന് പറയുന്ന ഈ ഗ്രാമപ്രദേശത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് വിലപ്പെട്ട 2, 2.5, 3 മണിക്കൂർ എന്തിനാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഒരു ഗൾഫുകാരന്റെ വേദന എന്ന് പറയുന്നത് എയർ ഇന്ത്യ ടിക്കറ്റിന്റെ ചാർജ് കൂട്ടുന്നത് കൊണ്ടല്ല, സാഹചര്യവും സന്ദർഭവും നോക്കാതെ സമരം നടത്തുന്നത് കൊണ്ടല്ല. ആ വിഷയങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ തെറ്റാണ് പ്രിയമുള്ളവരെ സംഭവിച്ചിരിക്കുന്നത്. വേദനിക്കുന്ന ഗൾഫുകാരൻ എന്ന വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ചിന്തിച്ചു പോകണ്ട, ഇതേതെങ്കിലും ഒരു ഗൾഫുകാരന്റെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും ഒരു ഗൾഫുകാരനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അയാൾ എറിഞ്ഞു തരുന്ന നാണയത്തൊട്ടുകൾക്ക് പകരം നൗഷാദ് വാക്കൽക്ക് സ്വന്തം പേരിൽ ഒരു വലിയ മാളികാ സൗധം തീർക്കുവാനല്ല, ആ ഗൾഫുകാരന്റെ കൂടെ ചാരിയിരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലപിടിപ്പുള്ള മനോഹരമായ വാഹനത്തിന്റെ അകത്ത് സുഖലോലുപനായി യാത്ര ചെയ്യാനുള്ള മോഹം കൊണ്ടല്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട ഗൾഫുകാരൻ ഈ ഇൽമിന്റെ വേദിയിൽ ആ ഗൾഫുകാരനെ കുറിച്ച് പറയുമ്പോ അയാളുടെ പോക്കറ്റിലുള്ള കാശി പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സമർപ്പിക്കണമെന്ന കൊതി കൊണ്ടുമല്ല. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എത്രയോ വർഷങ്ങളായി ഇസ്ലാമിക പ്രഭാഷണ പരമ്പരകൾക്ക് വേണ്ടി പോകുമ്പോ പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ കയറുന്നതിന് മുമ്പും സ്റ്റേജിൽ കയറിയതിന് ശേഷവുമായി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ധാരാളം 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 പ്രവാസികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, സാറേ ഞങ്ങളുടെ കാര്യം മറക്കരുത്, നാടും വീടും വിട്ടുകൊണ്ട് വിദേശ രാജ്യത്ത് കടല് കടന്നുകൊണ്ട് മക്കളെ പോറ്റാൻ, കുടുംബത്തെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നവരാണ് നമ്മൾ. അവിടുത്തെ കണ്ണുനീരും അവിടുത്തെ സങ്കടവും അവിടുത്തെ പ്രയാസവും അവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ ഭാര്യമാരെയോ മക്കളെയോ മാതാപിതാക്കളെയോ നമ്മൾ പറഞ്ഞറിയിക്കാറില്ല. അതുകൊണ്ട് മരിക്കുന്നതുവരെ കുടുംബത്തെ ഉത്തരവാദിത്വത്തോടുകൂടി പോറ്റി വളർത്തുന്നതിനുള്ള ആരോഗ്യത്തിനു വേണ്ടി, അതിനുള്ള സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി വിദേശ രാജ്യത്ത് പൊരിവെയിലത്ത് നിന്ന് തളർന്ന് പണിയെടുക്കുമ്പോ മനസ്സ് വല്ലാതെ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രിയപ്പെട്ട പ്രവാസികൾ ദുആ വസിയത്ത് ചെയ്തതിൽ എത്രയോ ദുആ വസിയത്തുകൾ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ
ഈ സാധുവാര നൗഷാദുബാക്കയുടെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുകയാണ്. ആ പ്രവാസിയുടെ നിറഞ്ഞുപോലെ കണ്ണുനീര്, ആ പ്രവാസിയുടെ ഇടിക്കുന്ന ഹൃദയത്തിന്റെ ആ ഒരു വേദന ഈ സാധുവിന്റെ മനസ്സിലേക്ക് ഇട്ട് തന്നുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ആ കണ്ണുനീരിന്റെ പ്രിയപ്പെട്ട നാട്ടുകാരായ അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അവരുടെ മാതാപിതാക്കളും അവരുടെ കൂടപ്പിറപ്പുകളും അവരുടെ കൂട്ടുകാരുമായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് എന്റെ പ്രിയമുള്ളവരെ ഈ 2 മണിക്കൂർ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കുക, കേവലം ഒരു ഗൾഫുകാരനെന്ന് പറഞ്ഞവരെ നമുക്ക് തള്ളി നിർത്താൻ കഴിയുകയില്ല. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങൾ, ആ മിനാരങ്ങളിൽ ആയിരക്കണക്കാന ഗൾഫുകാരന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രഭാതം പൊട്ടിവിടരുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് മഫ്തയിട്ടുകൊണ്ട് തൊപ്പിയിട്ടുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് അറിവിന്റെ വഴിത്താര തീർക്കുന്ന മഹനീയമായ ഇൽമിന്റെ വേദിയാകുന്ന മദ്രസയിലേക്ക് നടന്നു പോകുന്ന പാവപ്പെട്ട പിഞ്ചുമക്കളില്ലേ, ആ മക്കൾക്ക് ചെന്നിരിക്കാനുള്ള വിശാലമായ മദ്രസ കെട്ടിടങ്ങൾ വെച്ചെടുക്കാൻ നൂറുകണക്കാറ് വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളുടെ വിയർപ്പിന്റെ തുള്ളിയുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയെത്ര അറബി കോളേജുകൾ, എത്രയെത്ര ദീനീ സ്ഥാപനങ്ങൾ, അനാഥരും അഗതികളുമായ പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന നൂറുകണക്കാറ് സ്ഥാപനങ്ങളിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാസികളെ പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന പരിശ്രമത്തിന്റെ ഒരു പണത്തിന്റെ ഒരു ഭാഗമാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ നന്മ പ്രിയപ്പെട്ട ഗൾഫുകാരന്റെ സന്തോഷവും സങ്കടവും സമ്മിശ്രമായിട്ട് വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, അവന്റെ ഭാര്യയായ, അവന്റെ മക്കളായ, അവന്റെ മാതാപിതാക്കളായ, അവന്റെ കൂടപ്പിറപ്പുകളായ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് ആ സങ്കടമൊന്ന് എത്തിച്ചു തരിക എന്നൊരു എളിയ ശ്രമമാണ്. അല്ലാഹു അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയി ചുരുങ്ങിയ മാസം കൊണ്ട് നല്ലതുപോലെ സമ്പാദിച്ച് വലിയ കൊട്ടാരവും പവറും ഒക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്ന് ജീവിക്കുന്ന ധാരാളം സമ്പന്ന വർഗമുണ്ട്. കടവല്ലൂരൊക്കെ വലിയ കൊട്ടാരം വെച്ചവരുണ്ട്, കുന്നംകുളത്ത് വലിയ വലിയ ബിൽഡിങ്ങുകൾ വാങ്ങിച്ചവരുണ്ട്, വലിയ വലിയ മാളികാ സൗധങ്ങൾ കെട്ടിയെടുത്തവരുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപക്ഷെ ഈ കസേരയിൽ വന്നിരുന്നു കൊണ്ട് പൊട്ടിച്ചിരിക്കും. കാരണം എന്തേ? ഉസ്താദ് വാക്കവി പറയുന്നത് വിദേശ രാജ്യത്ത് പോയി വേദനിക്കുന്നവരെ കുറിച്ചാണ്. യവനെ സംബന്ധിച്ചിടത്തോളം വേദന എന്തെന്നറിഞ്ഞിട്ടില്ല, അത് മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാ. എല്ലാവരും ഒരുപോലെ വിദേശ രാജ്യത്ത് സങ്കടപ്പെടുന്നവരല്ല, എല്ലാവരും ഒരുപോലെ വിദേശ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവരല്ല, എല്ലാവരും ഒരുപോലെ വിദേശ രാജ്യത്ത് കണ്ണീരൊഴുക്കി ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവരെ മറന്നുപോകാതെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ സങ്കടപ്പെടുന്ന പാവപ്പെട്ട വിശ്വാസികളാണ് ചെറുപ്പക്കാരുടെ കൂടപ്പിറപ്പുകളുടെ പ്രവാസികളുടെ കഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, ലോകത്തുള്ള സർവ്വ സൃഷ്ടിചരാചരങ്ങൾക്കും അവന്റെ നാടിനോടൊരു പ്രത്യേകമായ സ്നേഹമാണ്. പിറന്ന നാടിനോടൊരു വല്ലാത്ത സ്നേഹം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ പോസ്റ്ററിൽ ഉസ്താദ് ജോലി ചെയ്യുന്ന മഹലിന്റെ സ്ഥലം വെച്ചാ പോരെ? അതല്ല, നമ്മൾ വേറെ ഏതൊക്കെ സ്ഥലത്ത് പോയി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് താമസമായാലും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജന്മനാടിന്റെ പേരിൽ അറിയപ്പെടാനാണ്. നമ്മുടെ ജന്മനാട്, എന്റെ ജന്മനാട് ചെറിയൻകീഴാണെങ്കിൽ, നിങ്ങളുടെ ജന്മനാട് നിങ്ങളുടെ കുന്നംകുളമാണെങ്കിൽ, തൃശ്ശൂരാണെങ്കിൽ, ആ നാട് വിട്ടു പോകുന്നതിന്, ആ നാട് വിട്ട് വിദൂരത്തേക്ക് പോകുന്നതിന് ആർക്കും മനസ്സുണ്ടാവുകയില്ല. നാട് വിട്ടു പോകുമ്പോൾ അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ്. ആ നാട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തനിക്ക് സർവ്വസമയത്തും അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മക്കളെ നന്മയുള്ളവനായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിട്ടുപിരിയാൻ ആരാ ആഗ്രഹിക്കുന്നത്? അരുമ മക്കളെ വിട്ടുപിരിയാൻ ആരാ ആഗ്രഹിക്കുന്നത്? ഭാര്യയടക്കമുള്ള കൂടപ്പുറപ്പടക്കമുള്ള കുടുംബക്കാരെയും കൂട്ടുകാരെയും കുറച്ചു നാളത്തേക്കെങ്കിലും മറന്നുകൊണ്ട് വിട്ടുപിരിഞ്ഞുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് പോയി പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ജന്മനാടിനോട് വിട പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതൊരു വല്ലാത്ത സങ്കടവും ചുമന്നുകൊണ്ടുള്ള യാത്രയാണ്. വല്ലാത്ത സങ്കടം ചുമന്നുകൊണ്ടുള്ള യാത്രയാണപ്പോ. പിന്നെ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യത്ത് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യത്ത് പോകുന്നത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ പ്രവാസികളോട് ചോദിച്ചാൽ
അവര് മനസ്സുകൊണ്ട് പറയും, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിട്ടുപോകാനുള്ള കൊതി കൊണ്ടല്ല, എന്റെ അരുമ മക്കളുമായി വീടിന്റെ മുമ്പിൽ ചിത്രശലഭങ്ങളെ പോലെ ചാടിക്കളിക്കുന്ന ആ പാവപ്പെട്ട മക്കളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് മാറി നിൽക്കാൻ മോഹിച്ചതുകൊണ്ടല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറന്നുകൊണ്ട് ജീവിക്കാൻ കൊതിച്ചതുകൊണ്ടല്ല, തന്റെ രാവിലെ പകലാക്കിയ പ്രിയതമയായ പ്രിയപ്പെട്ട മനസ്സിന്റെ രാജാത്തിയായ ഭാര്യയെ വിടിഞ്ഞുകൊണ്ട് കുറച്ചുനാൾ താമസിക്കാൻ കൊതിച്ചതുകൊണ്ടല്ല. പിന്നെയോ മക്കളോട് ഉത്തരവാദിത്തമുണ്ട്, മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്, ഭാര്യയോട് കടമയും കടപ്പാടുമുണ്ട്. അത് മുഴുവനും പാലിക്കാൻ, അവരുടെ ആവശ്യത്തിനുള്ള ചെലവുകൾ നടത്തിക്കൊടുക്കാൻ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ, പാവപ്പെട്ട ഭാര്യയോട് ആവശ്യമുള്ളതെന്തും കൊടുക്കാൻ അർഹതപ്പെട്ടവൻ താനാണ്. തന്റെ ഭാര്യ പിന്നെ ആരുടെ മുമ്പിലാ പോവുക? തന്റെ പ്രിയപ്പെട്ടവൾ പിന്നെ ആരുടെ മുമ്പിലാ പോയി കൈനീട്ടുക? തന്റെ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങണവരെ സങ്കടപ്പെടുത്തരുത്, അവരെ വേദനിപ്പിക്കരുത്. അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കളെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, പടച്ചവനെ കഴിയില്ല, നാട്ടിൽ ജോലിയില്ലാത്തത് കൊണ്ടല്ല, രാപകലില്ലാതെ പണിയെടുത്തു കഴിഞ്ഞാൽ, വിയർപ്പൊടുക്കിയിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും ചിലവിന് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം കിട്ടുന്ന തുച്ഛമായ നീക്കിയിരിപ്പ് കൊണ്ട് പൂർണ്ണമായ സാമ്പത്തികമായ ഭദ്രത പടുത്തുയർത്താൻ കഴിയൂല. അതുകൊണ്ട് തീരുമാനിക്കുക തന്നെ. എല്ലാ സഹോദരങ്ങളും വിദേശ രാജ്യത്ത് പോകുമ്പോ അവരൊരുപാട് സ്വപ്നങ്ങളുമായി പോയി 2 കൊല്ലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അവര് വാഹനമെടുക്കുകയാ, വീട് വെക്കുകയാ, പെങ്ങന്മാരെ കെട്ടിച്ചയക്കുകയാ. അതുകൊണ്ട് എനിക്കും പോണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിസയ്ക്ക് വേണ്ടി ഓട്ടം തുടങ്ങുകയാ. ഏതൊരാൾക്കും വീട് വിട്ടുപോകാൻ വല്ലാത്ത സങ്കടമാണ്. ഏതൊരാൾക്കും അങ്ങനെ തന്നെയാണ്. പിറന്ന നാട് വിട്ടുപോകുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസമാണ്. കേവലം ഒരു നാട് വിട്ടുപോവുക എന്നത് മാത്രമല്ല, അതിലവന്റെ ഉമ്മയുണ്ട്, അവന്റെ ഭാര്യയുണ്ട്, അവന്റെ മക്കളുണ്ട്, അവന്റെ കൂട്ടുകുടുംബാദികളുണ്ട്, അവന്റെ കൂടപ്പുറപ്പുകളുണ്ട്, അവന്റെ കൂട്ടുകാരുണ്ട്. അവരെയൊക്കെ വിട്ടുപിരിഞ്ഞു കുറച്ച് നാളത്തേക്കെങ്കിലും മാറി നിൽക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അവന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം വരുത്തി വെക്കുന്നതാണ്. ഈ ഒരു സങ്കടം തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ മണിദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പിറന്ന നാടാകുന്ന കഅബ ശരീഫിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ മക്കയെ നോക്കിയിട്ട് പറഞ്ഞത്, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ട് പോകുന്നതല്ല, പിറന്നത് മുതൽ മക്കയുടെ മണൽത്തരിയിൽ ചവിട്ടിക്കൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിച്ച ലോകത്തിന്റെ തനിയേ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന് വീര്യം കുറഞ്ഞു പോകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദര. ലോകത്തിന്റെ നാനാഭാഗത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രകടനങ്ങൾ നടക്കുമ്പോ ആ പ്രകടനങ്ങളുടെ മുദ്രാവാക്യത്തിനേക്കാളും പവറോടുകൂടിയിട്ട് വാനുലോകത്തിരുന്ന 10,000-കണക്കിന് മാലാകമാരെ ചിറക് വിരത്തി പറന്നു വരുന്ന ഈ പരിശുദ്ധ ഇൽമിന്റെ വേദിയിൽ നിന്നുകൊണ്ട് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ സ്വലാത്ത് സമർപ്പിക്കാമെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്താ? പിറന്ന നാടാകുന്ന മക്കയിൽ നിന്ന് വിട്ടുപോകാൻ കൊതിയുള്ളത് കൊണ്ടല്ല, വിട്ടുപോയേ മതിയാവുകയുള്ളൂ, അത് അല്ലാഹുവിന്റെ കൽപ്പനയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ പോയത്. നമ്മുടെ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട പ്രവാസികൾ നമ്മുടെ വീടിനെയും നമ്മുടെ നാടിനെയും കൂട്ടുകുടുംബാദികളെയും വിട്ടുപിരിയുന്ന വലിയ ഒരു സങ്കടത്തിന്റെ ഭാരവും തലയിൽ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം ഗൾഫിൽ പോകുന്നവർക്ക് അത്ര വലിയ സങ്കടം ഉണ്ടാവാൻ സാധ്യതയില്ല. അവൻ 4 മണിക്കാണ് എയർപോർട്ടിലേക്ക് പോകുന്ന വണ്ടി വരുമ്പോ 2 മണിയാകുമ്പോഴേ പാന്റൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ചിലപ്പോ വണ്ടി വന്നോണ്ടേ ചാടിക്കേറിയിരിക്കും. ഉമ്മയോട് ഉപ്പയോട് യാത്ര പോലും പറയാൻ ചിലപ്പോ നിൽക്കത്തില്ല. ഒന്നാമത്തെ ഫസ്റ്റ് ഗൾഫിൽ പോക്കൊക്കെ അങ്ങനെയാണ്. കാരണം ഫ്ലൈറ്റിൽ കയറുന്ന ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലോ, 100-300 പേരില്ലേ, മരിക്കുന്നെങ്കിൽ കൂട്ടായി മരിക്കാലോ, അപ്പൊ ഒറ്റയ്ക്കല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ ടെൻഷന്റെ കാര്യമില്ല. പിന്നെ ഇവിടെ നിന്ന് വിട്ടു നിൽക്കുക എത്ര കാലം കൊണ്ട് ആഗ്രഹിക്കുകയാണെന്നും പാപ്പാടെ ചുമയും ഉമ്മാടെ കോരയും ഇതൊക്കെ കണ്ട് വീട്ടിൽ ഇങ്ങനെ ഒരു രസമില്ല. അങ്ങനെ ഒന്നാമത്തെ യാത്ര ഒരു പ്രത്യേകമായ സുഖമാണ്. ഈ യാത്രയുടെ വേദന അറിയണമെങ്കിൽ നാട്ടിൽ വന്നൊരു പെണ്ണ് കെട്ടി ഒരു 1-1.5 മാസം കഴിയുമ്പോ പോണം. കരളെ അത് ഗൾഫുകാർക്ക് ഉള്ളതാ, എല്ലാ ഗൾഫുകാർക്കും ഉള്ളതാ.
അപ്പോഴാണ് മൂക്കുപിടിയും തലയണ നനയണതും അങ്ങനെയൊക്കെ പ്രശ്നമാണ്. ചില ആൾക്കാര് ഞാൻ വിശദീകരിച്ചാൽ നമുക്ക് വിഷയത്തിലേക്ക് എത്താൻ പറ്റില്ല, പോട്ടെ. അപ്പോ ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ, പിറന്ന നാടും വീടും കൂട്ടുകുടുംബാദികളെയും കുടുംബത്തെയും മുഴുവനും വിട്ടിട്ട് വിദേശ രാജ്യത്തിലേക്ക് ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്. അവന്റെ പ്രിയപ്പെട്ട മക്കളെ വിട്ടുപിരിയാനുള്ള കൊതിയുള്ളത് കൊണ്ടല്ല, തന്റെ ജീവന്റെ ജീവനായ പ്രാണസഖിയായ പ്രേയസിയായ പ്രിയപ്പെട്ട മനസ്സിന്റെ രാജാത്തിയായ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തോ ഒരു മാറ്റമാണ് ആ പെൺകുട്ടിയോടൊപ്പ് ജീവിച്ചപ്പോ തനിക്ക് അല്ലാഹു തന്നിരിക്കുന്നത്. ആ മാറ്റം തന്റെ മനസ്സിൽ സമർപ്പിച്ചു തന്ന പ്രിയപ്പെട്ടവളായ ഭാര്യയെ അകന്നു നിൽക്കാനുള്ള കൊതി കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ അവൻ പോകുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മ, മരുന്നും മന്ത്രവുമായി കഴിഞ്ഞുകൂടുന്ന ഉപ്പ, ആ പ്രിയപ്പെട്ട ഉപ്പയെ കുറച്ചു നാളത്തേക്കെങ്കിലും ഒന്ന് വിട്ടു നിൽക്കണം എന്ന് കൊതിയുള്ളത് കൊണ്ടല്ല. പിന്നെ അവന്റെ മനസ്സിന്റെ ചിന്ത എന്തെന്നറിയുമോ? അല്ലാഹു എന്റെ മക്കൾ വളർന്നു വരികയാ, ആ പ്രിയപ്പെട്ട മക്കൾക്ക് പാഠപുസ്തകങ്ങൾ വാങ്ങണം, അയൽവാസികളുടെ മക്കൾ പഠിക്കുന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ടു ചെന്നാക്കണം. അതിന് സാമ്പത്തികം വേണമല്ലോ. എന്റെ ഭാര്യയ്ക്ക് ഞാനല്ലേ ഉള്ളൂ, അവൾ എന്താവശ്യപ്പെട്ടാലും നടത്തിക്കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ. അവൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാ, അവൾ പറയുന്ന സ്ഥലത്തെല്ലാം എന്റെ പ്രിയപ്പെട്ടവളെ കൊണ്ടുപോകാൻ എനിക്ക് ഈ ജോലി പോരല്ലോ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വയസ്സുകാലത്ത് പൂർണ്ണമായ സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ എന്റെ ഈ നാട്ടിലെ വരുമാനം പോരാ. 16-കാരിയായി 17-കാരിയായി പുര നിറഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട പെങ്ങന്മാര് അല്ലാഹുവേ ശരീരം നിറച്ച് സ്വർണവും പണ്ടവും ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മാന്യമായ രീതിയിൽ കടവല്ലൂര് പാവപ്പെട്ട എന്റെ വീട്ടിന്റെ അകത്ത് നിന്ന് മാന്യമായ രീതിയിൽ എന്റെ പെങ്ങളെ പറന്നുവിടണ്ട അല്ലാ. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടും ഈ സങ്കടവുമെല്ലാം തലയിൽ ചുമന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിദേശ രാജ്യത്തിലേക്ക് ഒരു 2 വർഷമെങ്കിലും 2 വർഷമെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഈ സാധുക്കളോടുള്ള ഉത്തരവാദിത്വ ബോധമുള്ളവനായ ഞാൻ വീട്ടിന്റെ അകത്ത് ചടഞ്ഞിരിക്കാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ കൂട്ടുകാരോടൊക്കെ പലരോടും വിളിച്ചു പറഞ്ഞുടാ എനിക്ക് കൂടി ഒരു വിസ വേണം. അവര് പറഞ്ഞടാ പഴയ ഗൾഫല്ല, നീ ഇങ്ങനെ പറയുമ്പോ കൊണ്ടുവന്ന അവസാനം ഇവിടെ വന്നിട്ട് നിന്റെ പുറകെ ഞാൻ നടക്കേണ്ടി വരും. ഇത് പറയുമ്പോ തന്നെ അവന്റെ മനസ്സിൽ എന്താണെന്നറിയോ? ഒരു പാവപ്പെട്ടവനെയും ഗൾഫിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പാടില്ല. ആര് കൊണ്ടുപോയിട്ടുണ്ടോ പണി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? കാരണം പാവപ്പെട്ടവന് പെട്ടെന്ന് പൈസ കിട്ടുമ്പോ സ്വഭാവം മാറും. പണക്കാരൻ പിന്നെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, യത്തീമായിരുന്നു സാറെ, കൊണ്ടുപോയി രക്ഷപ്പെടുത്തി, ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, നല്ല സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു. അവസാനം എന്റെ ബിസിനസ് അവൻ നോക്കി പഠിച്ചിട്ട് എനിക്ക് പണിയായിട്ട് എനിക്കെതിരെ നോട്ടീസ് ഇറക്കി, അതിനെതിരെ സ്ഥാപനം തുടങ്ങി. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം കൊണ്ടുപോവുകയില്ല, മറ്റു ചിലർ അവന് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ്. വീട്ടിൽ വരുമ്പോൾ സന്ധ്യനേരത്തവൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ 16-കാരിയായ പെങ്ങളിങ്ങനെ വീടിന്റെ മുമ്പ് നിൽക്കുകയാണ്. അവന്റെ മനസ്സുവല്ലാതെ നീറുകയാണ്. അല്ലാഹുവേ, എത്രയും പെട്ടെന്നൊരു വിസ ശരിയായിരുന്നെങ്കിൽ അല്ലാഹുവേ എന്ന് പോയി 2 കൊല്ലം നിന്ന് വരുമ്പോ കടവല്ലൂരിലെ എന്റെ പാവപ്പെട്ട പെങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ജീവിതം കൊടുക്കാൻ കഴിയുമായിരുന്നു തമ്പുരാനെ. മനസ്സുകൊണ്ടവൻ കൊതിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിസ ശരിയാകുന്നത്. സുബ്ഹാനല്ലാഹ്. കടവല്ലൂരിൽ നിന്ന്, ചങ്ങരംകുളത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, ചാവക്കാട് നിന്ന്, പാലക്കാട് നിന്ന് എല്ലാവരെയും വെടിഞ്ഞുകൊണ്ട് കടലിന്റെ മുകളിലൂടെ വിദേശ രാജ്യത്തേക്കുള്ള ഒരു യാത്ര ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സിലേക്ക് കടന്നു വരികയാ. വിസ ശരിയായി, ഡേറ്റിങ്ങനെ അടുത്തടുത്ത് വരികയാ. പാവപ്പെട്ട സഹോദരന്റെ സമാധാനം ലഭിക്കുന്നില്ല. രാത്രി തന്റെ പ്രിയപ്പെട്ട മക്കൾ കിടന്നുറങ്ങുമ്പോ 4 വയസ്സുള്ള 2 വയസ്സുള്ള ഉറങ്ങുന്ന മക്കളുടെ അരികിലേക്ക് വന്നിട്ട് ആ മക്കൾ അറിയാതെ മക്കളെ കവളത്തേക്ക് തുരുതുരേ ചുംബനം കൊടുക്കുകയാണ്. ആ പ്രിയപ്പെട്ട മക്കളെ വാരിപ്പുണരുകയാണ്. ഒരാൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ആ വീട്ടിന്റെ കത്തെറിയുന്നില്ല, തന്റെ ഭാര്യ അറിയുന്നില്ല, തന്റെ ഉമ്മയും ഉപ്പയും കൂടപ്പുറപ്പുകളും ആരും അറിയുന്നില്ല. 2.5 വയസ്സുള്ള കുഞ്ഞ് കട്ടിൽ കിടക്കുമ്പോ
1 വയസ്സുള്ള കുഞ്ഞ് തൊട്ടിൽ കിടക്കുമ്പോ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ നാളെ ഗൾഫിൽ പോകാനുള്ള 2 ദിവസം കഴിഞ്ഞ് ഗൾഫിൽ പോകാനുള്ള ഈ പാവപ്പെട്ട സഹോദരൻ ആ കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് തുരുതുരേ ചുംബനം കൊടുക്കുകയാണ്. എത്ര മുത്തയിട്ടും കൊതിതീരുന്നില്ല. എന്തുകൊണ്ടാ? അവന്റെ മനസ്സിലുണ്ട്. എത്രയോ പേര് വിദേശ രാജ്യത്തേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വന്നിട്ടില്ല. മക്കളെ കാണാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല. എത്രയോ പേര് വിദേശ രാജ്യത്തിലേക്ക് പറന്നു പോയിട്ട് പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളുടെ വളർച്ച കാണാൻ, അവിടെ ഉയർച്ച കാണാൻ ആ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് മടങ്ങി വരാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ ദാരുണമായി മരണപ്പെടുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റിന്റെ പേരിൽ ജയിലറയിൽ അടയ്ക്കപ്പെട്ടുകൊണ്ട് ആ പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ആ പ്രിയപ്പെട്ട സഹോദരൻ മക്കൾക്ക് ചുംബനം കൊടുക്കുന്നു. ദിവസങ്ങൾ ഇങ്ങനെ അടുത്തു വരികയാണ്. അവനിങ്ങനെ ചിന്തിക്കുന്നു, അല്ലാ, എങ്ങനെയാണ് ഞാൻ എന്റെ മക്കളെ പിരിഞ്ഞു പോവുക? എങ്ങനെയാണ് എന്റെ കുടുംബത്തെ പിരിഞ്ഞു പോവുക? എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പിരിഞ്ഞു പോവുക? മനസ്സ് വല്ലാതെ സങ്കടം കൊണ്ട് നിറഞ്ഞുപോയി. പ്രിയമുള്ളവരെ, എന്നിട്ടവൻ ചിന്തിക്കുകയാണ്, അല്ലാഹു എന്റെ പ്രിയപ്പെട്ട മക്കൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, പിറന്നു വീഴുമ്പോ ശുദ്ധ പ്രകൃതത്തോടുകൂടി പിറന്നു വീഴുന്ന പ്രിയപ്പെട്ട മക്കള് ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാണ് നന്മയിലേക്കും തിന്മയിലേക്കും വഴിതെളിക്കാനുള്ളതെന്ന് പറഞ്ഞ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ടവൻ പൊട്ടിക്കരയുകയാ. എന്റെ മക്കൾക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ കിലോമീറ്ററുകൾക്കപ്പുറത്തല്ല ഞാൻ പോകുന്നത്. 1000കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വിദേശ രാജ്യത്ത് ഫോണിലൂടെ എനിക്ക് സാധിക്കുമോ പടച്ചവനെ? എന്റെ മക്കൾക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ, എന്റെ പ്രിയപ്പെട്ട മക്കൾ തെറ്റ് ചെയ്യുമ്പോ ചെയ്യരുതെന്ന് പറയാ, എന്റെ പ്രിയപ്പെട്ട മക്കള് നന്മയുടെ നിറകുടങ്ങളാക്കി കടവല്ലൂർ ആ പ്രിയപ്പെട്ട മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി മാറ്റാൻ അല്ലാഹുവേ, വിദേശ രാജ്യത്ത് ഞാൻ പോയി കിടന്ന് കഷ്ടപ്പെട്ടാൽ എനിക്ക് സാധിക്കുമോ? ചിന്തിക്കുകയാണ്. പിന്നെ രണ്ടാമതവൻ ചിന്തിക്കുന്നത് ഭാര്യയെ കുറിച്ചാണ്. അല്ലാഹുവേ, എങ്ങനെ ഞാൻ യാത്ര ചോദിക്കും? ഞാനൊന്ന് വൈകുന്നേരം ഒന്ന് കടയിൽ പോയി മടങ്ങി വന്നാൽ 8 മണിയാകുമ്പോ കണ്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സങ്കടമാണ്. അല്ലാഹുവേ, എന്റെ ഭർത്താവിനെ കണ്ടില്ലല്ലോ. വാച്ചിൽ നോക്കിയിട്ട് മുറ്റത്തിറങ്ങി പടിവാതിൽ വന്ന് കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവളോട് എങ്ങനെ യാത്ര പറയുമല്ലാ? കടവല്ലൂര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട 1000കണക്കാണ് ഉമ്മതങ്ങന്മാരോട് പറയുകയാ, വിദേശ രാജ്യത്തിരുന്ന പാവപ്പെട്ട ഗൾഫുകാര് അയച്ചു തരുന്ന നോട്ട് കെട്ടുകൊണ്ട് സുഖിക്കുന്ന, രസിക്കുന്ന, വീട് വെക്കുന്ന, ആഡംബരത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ വിഷയം നിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് പതിഞ്ഞു പോകുമ്പോ ഒരു ദിവസം പോലും ഗൾഫുകാരന് വേണ്ടി ദുആയില്ലാത്ത ഒരു ദിവസം പോലും വരല്ല ഉമ്മ. ഒരൊറ്റ ദിവസം പോലും ഗൾഫുകാരന് വേണ്ടി ദുആ ചെയ്യാത്തതായിട്ട് നിന്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ വലിയ വിഷയം നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉമ്മയോട്, ഭാര്യയോട്, മക്കളോട് വിട പറയുന്ന ചിന്തയൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കും, അല്ലാഹു, വീണ്ടും ആലോചിക്കുകയാണ്, പോകാതെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്താലോ. പിന്നെ അവൻ ചിന്തിക്കും, ഇവിടെ നിന്നാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും ജോലിയെടുക്കണമല്ലോ. ചില ചെറുപ്പക്കാര് വിദേശ രാജ്യത്ത് പോകുന്നത് ജോലി ചെയ്യാനല്ല, ഓഫീസിൽ ഇരിക്കാനാണ്. ആ ജോലിയാണെങ്കിൽ മതി. അതാ എന്ത് ജോലിയാ? തോട്ടത്തിൽ. ശരിയാവില്ല. ഡ്രൈവറാണോ? വേണ്ട. പിന്നെന്താ? ഓഫീസ് സ്റ്റാഫ് വല്ലുണ്ടോ? ഗൾഫിൽ പോകുമ്പോ സുഖിക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ട് പോയാൽ അവന് കഷ്ടപ്പാട് മാത്രമേ അല്ല ഇന്നുവരെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ജോലി ചെയ്യണ്ടേ? ഇസ്ലാം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് ജീവിക്കാൻ പറഞ്ഞ മതമല്ല. ജോലി നമ്മൾ എന്തായാലും ചെയ്തിരിക്കണമല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പേ സഹാബികൾ ഒരുപാടിരിക്കുമ്പോ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ് റസൂലേ, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പിരിവ് നടത്തുകയാ.
എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ കൈകളിൽ ഉള്ളത് കൊണ്ടുവരിക. ഓരോരുത്തർ കൊണ്ടുവരികയാണ്. ആ തുകയെല്ലാം വാങ്ങിവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവരാ പറയുകയാണ്. കോടാലി അല്ലാഹുവിന്റെ റസൂല് പണപ്പിരിവ് നടത്തിയിട്ടൊരു കോടാലി വാങ്ങുകയാ. ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, വനാന്തരത്തിൽ പോയി വിറക് വെട്ടി കച്ചവടം ചെയ്ത് ജീവിക്കണമെന്ന് പറയുമ്പോ അയാൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ കളിയാക്കുകയാണോ നബിയേ? ഞാൻ അങ്ങയുടെ മുന്നിൽ സ്വർഗ്ഗ ചോദിച്ചു വന്നപ്പോ ജോലി ചെയ്യാനെന്നെ പറഞ്ഞു വിടുകയാണോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, ആ ആരോഗ്യം കൊണ്ട് പോലെ പടിയെടുത്ത് ജീവിച്ചോട്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഗൾഫിലേക്ക് പോകൂലാന്ന് തീരുമാനിച്ചവന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് വന്നവനല്ല. പക്ഷേ സുഖിക്കാൻ വേണ്ടി ഗൾഫിൽ പോണ്ട. അവിടെ പോയാലും എനിക്ക് ജോലി ചെയ്യണമല്ലോ, അവിടെ പോയാലും കഷ്ടപ്പെടണമല്ലോ, അവിടെ പോയാലും വിയർപ്പെടുക്കണമല്ലോ. ആ ചിന്തയിൽ അൽഹംദുലില്ലാഹ് പോകാൻ തീരുമാനിക്കണം. ആ ചിന്തയിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്മാരെ പരിശോധിച്ചാലും അവരൊക്കെ സ്വയം ജോലി ചെയ്ത് ജീവിച്ചവരാണ്. ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി നവ്വറല്ലാഹു മർഖദഹു അവർകൾ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ബൈത്തില്ലാതെ, കവിതയില്ലാതെ ഏത് പ്രഭാഷണത്തിന്റെ വിഷയവും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയുമോ? എത്ര തരത്തിലുള്ള അറിവിന്റെ മാണിക്യമുത്തുകളാ! കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിൽ തഴവയെന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായ മക്കുവറയ്ക്കകത്ത് സ്വർഗീയ രാജകുമാരനെ പോലെ കിടന്നുറങ്ങുന്ന അറിവിന്റെ നിറകുടമേ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദഹു. ബഹുമാനപ്പെട്ടവര് പറയുകയാ, ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം നയിച്ചില്ലേ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജ്യം ഭരിച്ചിരുന്നയാളാണ്, പടയങ്കി നിർമ്മിച്ച് ജീവിതം നയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാ, ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. ലോകം അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം വട്ടി നെയ്തിട്ടാണ് ജീവിതം നയിച്ചത്. ഇന്ന് വട്ടി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരിമാർ ചോദിക്കും, വാട്ട് ഈസ് ദി വട്ടി? ചോദിക്കും. കാരണം എന്താ? അവർ കണ്ടിട്ടില്ല, അവർക്കതറിയില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നു. പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പോലും പനനാര് കയ്യിൽ വെച്ചുകൊണ്ട് ആ ഉപകരണം നിർമ്മിക്കാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമയം ചെലവഴിച്ചിരുന്നു. ലോകത്താദ്യമായി നൂല് നെയ്ത ആരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി നൂല് നെയ്തതാരാ? ഉമ്മമാരുടെ ഉമ്മയായ ബീവി ഹവ്വാ ആദ്യമായി നൂല് നെയ്തു. ആ നൂലുകൊണ്ട് ആദ്യമായി വസ്ത്രം നെയ്തതാരാ? ആ നൂലുകൊണ്ട് വസ്ത്രം നെയ്യണമെങ്കിൽ ആരായിരിക്കും? ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യമായി വസ്ത്രം നിർമ്മിച്ചത്. ബഹുമാനപ്പെട്ട ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ നൂല് നെയ്തെടുത്തപ്പോ ആ നൂലുകൊണ്ട് വസ്ത്രം നെയ്തത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമാണ്. അവർക്കിത് പഠിപ്പിച്ചു കൊടുത്തതാരാ? ഇത് രണ്ടുപേർക്കും ഭംഗിയായി പഠിപ്പിച്ചതും ജിബ്രീൽ തന്നെന്ന ഹദീസിൽ വന്നതും. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുവേ, അതുകൊണ്ട് കടവല്ലൂരിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജോലിയെടുത്ത് ജീവിക്കണം, ജോലിയിലൂടെ ആരോഗ്യം സംരക്ഷിക്കണം. അങ്ങനെ പോകാൻ തീരുമാനിച്ചു. വിസ ശരിയായി, അല്ലെങ്കിൽ നാട്ടിലൊരു ജോലി ശരിയായി. നാട്ടിലെ ജോലി ഇപ്പൊ നമുക്ക് ചർച്ചയില്ല. കാരണം ഇവിടെ ഇരിക്കുന്നവരിൽ പോലും ഗൾഫിൽ പോകാൻ മനസ്സില്ലാത്തവർ വളരെ കുറവാണ്. കേവലം ഒരു പെണ്ണ് കെട്ടാനെങ്കിലും 2 മാസം ഒന്ന് ദുബായിൽ പോയി നിന്നിട്ട് അതിന്റെ മണം മാറാറ് ഒരു സുന്ദരി കുട്ടിയെ സ്വന്തമാക്കണമെന്ന് ബോധിക്കാത്തവരില്ല. അൽഹംദുലില്ലാഹ്, അങ്ങനെ പ്രിയപ്പെട്ട ഗൾഫിലേക്ക് പോകാൻ വിസ ശരിയാവുകയാണ്. ആ വിസയവന്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ടവൻ ഇങ്ങനെ പൊട്ടിക്കറിയുന്നു. രാത്രിയാകുമ്പോ മക്കൾക്ക് മുത്തം കൊടുത്തുകൊണ്ട് ആലോചിക്കുന്നു, അല്ലാ, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ദുബായ് വരെ പോകണം
പോകണമെങ്കിൽ 2600 കിലോമീറ്ററാണ്. കോഴിക്കോട് നിന്ന് ദുബായ് വരെ പോകണമെങ്കിൽ 2600 കിലോമീറ്ററാണ്. അവനിങ്ങനെ ആലോചിക്കുക, അല്ലാ ഞാൻ ഏറ്റവും അധികം പോയിട്ടുള്ള തിരുവനന്തപുരം വരെ. അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ചായ കുടിച്ച് വെള്ളം കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് പാട്ടൊക്കെ കണ്ട് സിനിമയെ കണ്ട് പതുക്കെ പോയാൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, ഒറ്റ യാത്ര ഇത്രയും കിലോമീറ്റർ. സൗദി അറേബ്യയിലാണെങ്കിലോ 1000-ലധികം കിലോമീറ്റർ ഉണ്ട്. പ്രിയപ്പെട്ട പെങ്ങളെ, കടവല്ലൂർ നിന്റെ വീട്ടിന്റെ അകത്തിരുന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് ഇറങ്ങിപ്പോര പ്രിയതമന്. ഒരു രാത്രി പോലും മറക്കല്ല പെങ്ങളെ. കടല് കടന്നുകൊണ്ട് 3000-ലധികം കിലോമീറ്ററുകൾ താണ്ടി വിദേശ രാജ്യത്ത് പോര് പണിയെടുക്കുന്ന വീർപ്പെടുക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങളെ മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ. അതുകൊണ്ടല്ലേ ഈ ആയിരക്കണക്കാറ് ചെറുപ്പക്കാർ കേരളത്തിന്റെ എത്ര സ്ഥലങ്ങളിൽ നിന്നാ ഓടിയെത്തിയത്. ഉസ്താദെ എന്നാ ഗൾഫുകാരെ കുറിച്ച് പറയുന്നതെന്നാ എവിടെയാണെങ്കിലും ഞങ്ങൾ വരും ഉസ്താദ്. അത് മലപ്പുറം ജില്ലയാകട്ടെ, കണ്ണൂർ ജില്ലയാകട്ടെ, കാസർഗോഡാകട്ടെ, വിദേശ രാജ്യത്തുള്ള പാവപ്പെട്ട പ്രവാസികൾ രാത്രിയാകുമ്പോ ഉസ്താദ് റൂമിലേക്ക് കടന്നു വന്ന ലാപ്ടോപ്പ് എടുത്തു വെച്ചുകൊണ്ട് നെറ്റോണാകയിട്ട് യൂട്യൂബിലൂടെ ഉസ്താദ് അങ്ങയുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് ആശ്വാസം പങ്കിടുന്നവരാ. ആ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങു പറയുമ്പോ, ആ ഉസ്താദ് ഞങ്ങളെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കഷ്ടപ്പെടാൻ വേണ്ടി പോടുമ്പോഴേ അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അങ്ങനെ തന്നെയാ. കഷ്ടപ്പാടും വീർപ്പൊഴുക്കയിട്ട് ത്യാഗം ചെയ്തുകൊണ്ട് പാവപ്പെട്ട എന്റെ കൂടപ്പിറപ്പാറ കുടുംബത്തിൽ പിറന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജീവിക്കുക. വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള സ്വപ്നങ്ങളൊക്കെ പൂവണിഞ്ഞു. ഇനി ആകെ 2-3 ദിവസം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം എന്താ? പ്രഗ്നന്റാ. കൊണ്ടുപോയിട്ട് മടങ്ങി വരുന്ന വഴിയിൽ ഭാര്യ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇക്ക അടുത്ത മാസം 2-ാം തീയതിയാണ് ഡേറ്റ്. അടുത്ത മാസം 2-ാം തീയതിയാണ് ഡേറ്റ്. നിങ്ങൾ ഈ ഗൾഫിലേക്ക് പോകുന്ന ഡേറ്റ് 2 ആഴ്ച കൂടി അല്ലെങ്കിൽ 1 മാസം കൂടി നിങ്ങൾ അങ്ങോട്ട് നീട്ടിവെച്ചാൽ നമ്മുടെ കുഞ്ഞുവാവയെ കണ്ടിട്ട് നിങ്ങൾക്ക് പൊയ്ക്കൂടെ? ലേബർ റൂമിലേക്ക് കിടക്കുമ്പോൾ എനിക്കൊന്തൊരു സമാധാനമായിരിക്കുമിക്ക. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് കേൾക്കുമോ? ഒന്ന് വിളിച്ചിട്ട് ഡേറ്റ് ഒന്ന് മാറ്റിവെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ഭർത്താവ് ചിന്തിക്കുന്നു, പെണ്ണിനോട് പറയുന്നു, പെണ്ണേ ഇപ്പൊ തന്നെ എത്ര ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നതെന്നറിയുമോ? അതിന്റെ കൂടെ വീണ്ടും ഒരു വലിയ ചിലവെടുത്ത് വെക്കാൻ കഴിയുന്നില്ല. പിന്നെ അവനൊരു സമാധാനത്തിന് വേണ്ടി പറയുകയാ, ഇപ്പോഴാണെങ്കിൽ കുഞ്ഞു വരുമെന്ന പ്രതീക്ഷയോടെ എനിക്ക് പോകാം. പിറന്നു വീണാൽ പിന്നെ ആ പഞ്ചാര എന്റെ പ്രിയപ്പെട്ട പിഞ്ചുമോന്റെ മുഖത്തേക്ക് ചുംബനം കൊടുത്തുകൊണ്ട് ആ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാനാകാറ് എനിക്കെങ്ങനെ പോകാൻ കഴിയും പെണ്ണേ? അങ്ങനെ തലേ ദിവസമായി ഗൾഫിൽ പോകുന്നതിന്റെ തലേ ദിവസം എന്തോ ഒരു ടെൻഷനായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തോ ടെൻഷനായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഗൾഫിൽ പോകുന്നതിന്റെ തലേ ദിവസമായി എല്ലാവരും ഇങ്ങനെ നോക്കി. കൂട്ടുകാർ 2-3 പേരും ഒന്ന് പെട്ടി കെട്ടാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പെട്ടിയെല്ലാം കെട്ടിവെക്കുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, കെട്ടിക്കളയിരുതൊരു സാധനം കൂടി എനിക്ക് അതിനകത്ത് വെക്കാനുണ്ട്. കുടുംബജീവിതത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് സമ്മാനിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി അറിയാതെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പ്രിയപ്പെട്ടവൾ വരികയാ. എന്റെ ഭർത്താവ് എപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവനെപ്പോഴും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആദ്യമായി എന്നോട് ചോദിക്കുന്നത് അച്ചാറുണ്ടോ എന്നാണ്. അതുകൊണ്ട് ഞാനിട്ട് വെച്ച നല്ലതുപോലെ ഉപ്പിട്ടിരിക്കുന്ന അച്ചാറ് കുപ്പി നിറച്ചെന്റെ പ്രിയപ്പെട്ടവർക്ക് തന്നുവിടുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചു നോക്ക് കടവല്ലൂരിലെ പെങ്ങളെ, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഭർത്താവിന്റെ പെട്ടിക്കരികിൽ പോയി കണ്ണുനീരോടുകൂടി നിന്നിട്ടില്ല പെങ്ങളെ. അതുകൊണ്ട് കൊടുക്കുന്നു. അതും വാങ്ങി പെട്ടിക്കകത്ത് വെച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ആ പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചു. നാളെ പ്രഭാതത്തിൽ പോവുകയാണ്. എങ്ങനെയാണ് നേരം പുലർന്നതെന്നവൻ അറിയില്ല. പാന്റ് ഇങ്ങനെ തേച്ചു വെച്ചിരിക്കുന്നു.
ഷൂ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന സത്തെല്ലാം ഉടയാതെ ഭാര്യ അടുക്കി വെക്കുമ്പോഴും ആ പ്രിയപ്പെട്ടവളെ കണ്ണുനീരിങ്ങനെ തുടയ്ക്കുകയാ. മനസ്സുവല്ലാതെ വിതുമ്പി പൊട്ടിപ്പോകുന്നത് കൊണ്ട് പ്രിയതമൻ തന്റെ ഭാര്യയോടൊന്നും ചോദിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഉടൻ തന്നെ തന്റെ പ്രിയപ്പെട്ട മക്കളെ അരികിലേക്ക് വിളിക്കുകയാ. വേദനിക്കുന്ന ഗൾഫുകാരന് ഇതിനപ്പുറം ഒരു വേദനയുണ്ടോ പ്രിയപ്പെട്ടവര്? ഇതിനപ്പുറം ഒരു വേദന പറയാനുണ്ട് സഹോദരങ്ങളെ. മക്കൾ അടുത്ത് വന്ന് നിൽക്കുമ്പോ ആ മക്കളെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ പ്രിയപ്പെട്ട സാധുവാന സഹോദരൻ പറയുന്നു, മക്കളെ നിങ്ങൾ തല്ലുകൂടരുത്, അപ്പച്ചി പോവുകയാണ്, തല്ലുകൂടരുത്, സൂക്ഷിച്ച് നടക്കണം, ഇക്കാനുമായി വഴക്കുകൂടരുത്, മദ്രസയിൽ പോകണം, സ്കൂളിൽ പോകണം, 8 മണിക്ക് വാഹനം വരുന്നതിന് മുമ്പ് ഒരുങ്ങി നിൽക്കണേ, ഉമ്മായ പിണക്കല്ലേ, ഉമ്മാരെ ഒന്ന് തല്ല് വാങ്ങല്ലേ. അങ്ങനെ ഓരോ ഉപദേശങ്ങൾ കൊടുത്തിട്ട് മക്കളെ കണ്ണുനീരോടുകൂടി ആ മക്കളെ വാരി പുണർന്നുകൊണ്ട് ചുംബിക്കുകയാ പ്രിയപ്പെട്ടവര്. അത് കഴിയുമ്പോഴോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിലേക്ക് വരികയാ, ഓരോ കാര്യങ്ങൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഗൾഫുകാരാ, ഇതുപോലെയല്ലേ നീ ഗൾഫിലേക്ക് പോകുന്നത്, ഇതുപോലെയല്ലേ നീ ഗൾഫിലേക്ക് പോകുന്നത്? സങ്കടത്തോടുകൂടി പറയുകയാ, അടുത്ത മാസം ഇന്ന സഹോദരൻ വരുമ്പോ കൊടുക്കാനുള്ള കാശാണിത്, മറ്റെടുത്തടയ്ക്കാനുള്ള അഡ്രസ്സാണിത്, ഇതവിടുത്തെ നമ്പരാ, ഇവിടുത്തെ നമ്പരാ, ഇതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഏൽപ്പിക്കുമ്പോ വീടിന്റെ ഹാളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാ. വീടിന്റെ ഹാളിൽ നിന്ന് ഒരാൾ പറയുന്നു, മോനെ സമയായി, വണ്ടി വന്നു, ഉസ്താദും വന്നു, ഫാത്തിഹ ഓതാൻ പോവാ. അങ്ങനെ ഒരു ശൈലി ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഇന്നങ്ങനെയൊന്നുമില്ല. ഉസ്താദ് വന്നു എന്ന് പറയുമ്പോൾ ആദ്യം അവന്റെ നെഞ്ചൊന്നിടിക്കുകയാണ്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഉസ്താദെ പോത്തിനെ അറുക്കണ സങ്കടമാണ് ഞാൻ ഗൾഫിൽ പോകാൻ ഇറങ്ങുമ്പോൾ. കാരണം പേന്റ് എടുത്തിട്ട് ഷൂ ഇട്ട് റെഡിയായിട്ട് നിൽക്കുമ്പോ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരും, പോത്തിനെ അറക്കണതിന് മുമ്പ് വെള്ളം കൊടുക്കണോ. അത് വാങ്ങിച്ചങ്ങോട്ട് കുടിക്കുമ്പോ അവിടെ അൽ ഫാത്തിഹ അതും കുടിച്ചുകൊണ്ട് മുമ്പ് പോയിരിക്കും. ഉസ്താദെ ഫാത്തിഹ ഞാൻ ബിസ്മി പറയാൻ മുമ്പ് അവിടെ ഓതി തരും, എന്റെ നെഞ്ച് കത്തുക. എന്തൊരവസ്ഥ! അവരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഓരോ ഗൾഫുകാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഉസ്താദ് ഫാത്തിഹ ഓതുമ്പോൾ വാതിലിന് മറവിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവൾ ഇങ്ങനെ എത്തി നോക്കുകയാണ്. എന്നിട്ട് തന്റെ തലയിൽ കിടക്കുന്ന തട്ടം കൊണ്ട് കണ്ണുനീര് തുടയ്ക്കുകയാണ്, മൂക്കു തുടയ്ക്കുകയാണ്, ആമീൻ പറയുകയാണ്. അല്ലാഹുവേ, നല്ലൊരു വീട് വെക്കണം, എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മാക്ക് മരുന്ന് വാങ്ങണം, എല്ലാവരെയും പോലെ സന്തോഷത്തോടെ ഈ പാവപ്പെട്ടവർക്കും ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആമീൻ പറയുകയാണ്, ആമീൻ പറയുകയാണ്. പിന്നെ സുബ്ഹാനല്ലാഹ്, ആ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാ വാഹനത്തിലേക്ക് സുഹൃത്തുക്കൾ കൊണ്ടുവെക്കുമ്പോ സുഖമില്ലാത്ത വാപ്പാന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ട വാപ്പ തന്റെ കൈയെടുത്ത് വെച്ചുകൊണ്ട് പൊന്നുപോന്റെ തലയിലേക്ക് വെക്കുകയാണ്. ആ പൊന്നുപോന്റെ തലയിലേക്ക് വെച്ചുകൊണ്ട് മോനെ സന്തോഷത്തോടുകൂടി പോയിട്ടവാ എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ യാത്രയാക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പ്രിയപ്പെട്ട സഹോദരൻ യാത്ര പുറപ്പെടുകയാണ്. ഇവിടെയും നമുക്ക് ബഹുമാനപ്പെട്ട തടവ ഉസ്താദിന്റെ ചിന്തകളിലേക്ക് മടങ്ങി വരാം. ഒറ്റയ്ക്ക് നീ സഫറിന് പോകരുതെന്ന സഫറിന്റെ ചെറുത്തും നോക്കിയിടും അതിലൊന്ന വ്യാഴാഴ്ച സഫറിൽ നല്ലതാണെന്നുണ്ടേ, അതുപോലെ ശനിയും തിങ്കളും എന്നുണ്ടേ, അതിരാവിലെ പോകുന്നത് അത് സുന്ന, സുഹൃത്തുക്കളെ അതിലാണ് ബറകത്തെന്ന. അങ്ങനെ യാത്ര പുറപ്പെടുന്ന ഗൾഫുകാരനോട് ഇസ്ലാം 1-2 കാര്യങ്ങൾ പറയുക. ഒന്ന്, കഴിവിന്റെ പരമാവധി നീ ഒറ്റയ്ക്ക് പോകാതിരിക്കുക എന്നാണ്. ഇപ്പൊ ഗൾഫിലേക്ക് പോകുമ്പോ ഇപ്പൊ കൂട്ടുകാരെ മുഴുവനും കൊണ്ടുപോകാൻ പറ്റും, അത് കഴിയൂല. 2-3 പേരെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു വിസയാണെങ്കിൽ ഒരു കടയിൽ നിൽക്കാൻ ഇപ്പൊ ഒരു 3 പേര് വേണം, 4 പേര് വേണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ഒരാള് കഷ്ടപ്പെട്ട് അവൻ തന്നെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് 50,000 രൂപ ഉണ്ടാക്കിയ പോണേ, അതിന്റെ കൂടെ ബാക്കിയുള്ളവരെ കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് നീ ആ വിഷയത്തിൽ സങ്കടപ്പെടണ്ട. യാത്ര പോകുമ്പോ കൂടെ ആളുണ്ടായിരിക്കുന്നത് നല്ലതാ, ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല. ഇനി പോകാൻ ഏറ്റവും നല്ല ദിവസം ഏതാ?
3 ദിവസമാണ് ഹദീസുകൾ പറയുന്നത്. ഒന്ന് വ്യാഴാഴ്ചയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന വ്യാഴാഴ്ച ദിവസം യാത്ര ചെയ്യാനാണ്. അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം ചിലപ്പോൾ നിനക്ക് പോകാൻ ശരിയായില്ലെങ്കിൽ അതുപോലെ ശനിയും തിങ്കളും എന്നുണ്ടേ. ശനിയാഴ്ച ദിവസം യാത്രയ്ക്ക് നല്ലതാണ്. ചിലപ്പോൾ പറയും ശനിയാഴ്ചയല്ലേ, അത് കൂടുതൽ അടുത്ത ദിവസമാ എന്ന് പറഞ്ഞ് പോകാതിരിക്കില്ല. ശനിയും നല്ല ദിവസമാ, തിങ്കളും നല്ല ദിവസമാ, വേഴവും നല്ല ദിവസമാ. ടിക്കറ്റ് കൺഫേം ചെയ്യുമ്പോൾ ഗൾഫുകാർ അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കഴിഞ്ഞാലോ പോകാൻ വേണ്ടി നീ ഇറങ്ങുകയാണ്, യാത്ര തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയതമയെ, തന്റെ കൂടപ്പറപ്പിനെ, തന്റെ കൂട്ടുകാരെ മറന്നുകൊണ്ട് വിദേശ രാജ്യത്തിലേക്ക് പോകാനിറങ്ങുമ്പോ ഏറ്റവും നല്ലത് പ്രഭാതത്തിൽ പോകലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ലത് പ്രഭാത നിസ്കാരാനന്തരം പോകലാണ്. കാരണം എന്താണെന്നറിയോ? ഈ രാത്രി ചില ആൾക്കാർ പറയും മക്കൾ ഉണർന്നിരിക്കുമ്പോൾ അവരെ പോകാൻ നേരത്ത് അവർ കരയും. അത് കാണാൻ നമുക്ക് പറ്റൂല, മനസ്സിന് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഉസ്താദേ രാത്രി അവരൊക്കെ ഉറങ്ങിയതിനു ശേഷം പോവാ. അത് ശരിയല്ല. രാത്രിയെക്കാലം പോകാൻ ഏറ്റവും നല്ലത് പ്രഭാതത്തിൽ യാത്ര തിരിക്കാനാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എന്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണ അല്ലാഹ്. ലോകത്തിന്റെ നായകന്റെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ഫീ ഉമ്മത്തി ഫീ ബുകൂരിഹാ. എന്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വകാന ഇദാ സരിയത്തൻ ബഅസഹും മിൻ അവ്വലിൻ നഹാർ. അല്ലാഹുവിന്റെ റസൂൽ സൈന്യത്തെ അയച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു സംഘത്തെ അയച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഭാഗത്തെ എവിടേക്കെങ്കിലും യാത്ര അയച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ അവരെ പ്രഭാതത്തിൽ ബഅസഹും മിൻ അവ്വലിൻ നഹാർ, പ്രഭാതത്തിന്റെ ആദ്യത്തിൽ അവരെ യാത്ര അയക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് സഹാബികൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹ്ർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹ്ർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സഹാബത്ത് പറയുകയാണ്, വകാന സഹറൻ റജുലൻ താജിറാ. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. വകാന യബശു തിജാറതഹു മിൻ അവ്വലിൻ നഹാർ. അദ്ദേഹം തന്റെ കച്ചവട സാധനങ്ങളെ കൊണ്ടുപോയിരുന്നത് പ്രഭാതത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്വഹാബി വലിയ പണക്കാരനായി മാറിയെന്നാ പിന്നീട്. പ്രഭാതത്തിൽ യാത്ര പോയ ആ പ്രിയപ്പെട്ട സഹാബി, പ്രഭാതത്തിൽ കച്ചവടത്തിന് പോയ, പ്രഭാതത്തിൽ ജോലിക്ക് പോയ ആ പ്രിയപ്പെട്ട സഹാബി പിന്നീട് വലിയ സമ്പന്നനായി മാറിയെന്ന. അതുകൊണ്ട് പ്രഭാതത്തിൽ പോയ പ്രിയപ്പെട്ട ഭർത്താവിനെ ഫോൺ വിളിക്കുമ്പോ ശമ്പളം അയച്ചു തന്നില്ലല്ലോ, നിങ്ങൾ പ്രഭാതത്തിലല്ലേ പോയത്, അതുകൊണ്ട് ഇങ്ങോട്ട് കാശുതാ എന്ന് ചോദിക്കരുത്, വാക്കവി പറഞ്ഞു എന്ന് വെച്ചിട്ട്. പ്രഭാതത്തിൽ പോകുമ്പോൾ അതിനൊരു ബർക്കത്തുണ്ടാകും. അത് ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ്. യാത്ര പോകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് നേട്ടങ്ങൾ ഉണ്ടാവും. ഒരു മനുഷ്യൻ യാത്ര പോകുന്നത് കൊണ്ട് 4 നേട്ടം അവനുണ്ടാവും. ഒരു യാത്ര പോകുമ്പോൾ, അതുപോലെ മലേഷ്യയിലാകട്ടെ, കുവൈറ്റിലേക്കാകട്ടെ, ഖത്തറിലേക്കാകട്ടെ, 4 നേട്ടങ്ങൾ ഒരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ ഉണ്ടാകും. പണ്ഡിതന്മാര് പറയുകയാണ്, ആ 4 നേട്ടങ്ങൾ ഫസ്ഹാഫിറന്ന ഫിൽ അസ്ഫാരി തീബുമാ ശിംവസ്സുറൂർ വൽ മുൻസുഹബത്തിൽ ഖുറമാ. ഒരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ ഫസാഫിറന്ന ഫിൽ അസ്ഫാരി തീബുമാ ശിംവസ്സുറൂർ വൽ മുൻസുഹബത്തിൽ ഖുറമാ.
യാത്ര പോകുമ്പോ 4 കാര്യം കിട്ടും. 1 തീബു മആശിൻ, ജീവിതത്തിന്റെ സുഗന്ധം. 2 വസുറൂറിൻ, സന്തോഷം. 3 ഇൽമ്, അറിവ് കിട്ടും. 4 സുഹബത്തുൽ ഖുറമ, നല്ല വ്യക്തികളുമായിട്ടുള്ള സഹവാസം ലഭിക്കും. ഈ 4 കാര്യം കിട്ടും. 3 കാര്യം നമുക്ക് സമ്മതിക്കാം. ചെറിയ സന്തോഷം, ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് പോകുമ്പോ ചെറിയ സന്തോഷം. പിന്നെ അതല്ലാതെ ഇൽമുണ്ടാവുമല്ലോ, ഇൽമ് നമുക്ക് ആ ഇൽമിന്റെ കാര്യം നമുക്ക് ആലോചിക്കാം. നല്ല ജനങ്ങളുമായി സഹവാസം ഉണ്ടാക്കാം. ഈ ജീവിതത്തിന്റെ സുഗന്ധം എങ്ങനെ ഗൾഫുകാരന് കിട്ടും? കരഞ്ഞുകൊണ്ട് കാറിന്റെ അകത്ത് കയറിയിരിക്കുമ്പോഴും തന്റെ പ്രിയപ്പെട്ട മക്കള് ഓടി വന്നിട്ടുപ്പാ അസ്സലാമു അലൈക്കും ഉപ്പാ എന്ന് പറയുമ്പോ സങ്കടത്തോടെ കണ്ണീര് തുടച്ചുകൊണ്ട് ഗൾഫിലേക്ക് പോകുന്നവന്റെ യാത്രയിൽ ജീവിതത്തിന്റെ സുഗന്ധമെന്താ എന്ന് ചിന്തിക്കുന്നവരെ മറ്റൊരു ഹദീസോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അസ്സൈറു ഖിത്അത്തും മിനൽ അദാബ്. യാത്ര എന്ന് പറയുന്നത് ശിക്ഷയുടെ ഭാഗം കൂടിയാണ്. ഇമാം ഹറമീനി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഈ യാത്ര അദാബിന്റെ ഭാഗമെന്ന് പറയാനുള്ള കാരണം എന്തേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ബഹുമാനപ്പെട്ട ഇമാം ഹറമൈനി റളിയല്ലാഹു തആല പറയുകയാ, തന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, തന്റെ പ്രിയപ്പെട്ട കൂട്ടാളികളെ, തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ, തന്റെ ഭാര്യയെ, തന്റെ മക്കളെ, തന്റെ മാതാപിതാക്കളെ വിട്ടുപിരിയുന്നതാണ് ഒന്നാമത്തെ ശിക്ഷയെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവരെ വിട്ടുപിരിയുന്നത് തന്നെയാണ് ശിക്ഷ. എനിക്കങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രഭാഷണത്തിനൊക്കെ പല സ്ഥലത്തും പോകും. 2 ദിവസം താമസിച്ചിട്ട് പിറ്റേന്ന് വരും. 3 ദിവസം കഴിഞ്ഞാൽ പിറ്റേന്ന് ചെല്ലും. എന്തായാലും ആ കണക്ക് എന്റെ വീട്ടുകാരിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ദ്വീപിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി. കടമത്ത് ദ്വീപ് എന്ന് പറയും. മനോഹരമായ ദ്വീപാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ദ്വീപാണ്. ദ്വീപുകളിൽ വെച്ച് സൗന്ദര്യമല്ലാതെ പടച്ചതമ്പുരാൻ കൊടുത്തിരിക്കുന്ന മനോഹരമായ കടമത്ത് ദ്വീപാണ്. നീലജലമിങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി കിടക്കുമ്പോ പ്രിയമുള്ളവരെ, ആ വെള്ളത്തിന്റെ മുമ്പ് പോയിരുന്നുകൊണ്ട് ജീവിതത്തിന്റെ സുഖമാസ്വദിച്ചപ്പോ 1000 പ്രാവശ്യം നൗസാർ വാഖവി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോയി. കാരണമെന്തേ? പ്രപഞ്ചത്തിന് അല്ലാഹു കൊടുത്ത സൗന്ദര്യമേ. ആ കടമത്ത് ദ്വീപിൽ ഒരാഴ്ചത്തെ പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോ കപ്പലിലൂടെയാണല്ലോ യാത്ര. കടലിന്റെ മുകൾ പരപ്പിലൂടെ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് ഒരു രാത്രിയും ഒരു പകലും കപ്പലിലിരുന്ന് ഇങ്ങനെ യാത്ര പോവുകയാണ്. പോകുമ്പോ ഏകദേശം എറണാകുളം കഴിഞ്ഞ് കുറെ ഭാഗം അങ്ങോട്ട് എത്തുമ്പോ പിന്നെ മൊബൈലിൽ വിളിച്ചാൽ കിട്ടൂല. അപ്പൊ അവസാനമായിട്ട് റേഞ്ച് എന്റെ കൂട്ടുകാർ പറഞ്ഞു, ഉസ്താദ് ഇനി ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വിളിക്കാൻ പറ്റൂല, അതുകൊണ്ട് ലാസ്റ്റ് വിളിച്ചോ. ഞാൻ പറഞ്ഞു, നാക്കെടുത്ത് വളയ്ക്കാൻ. കടലിന്റെ മധ്യ ലാസ്റ്റ് വിളിക്കാൻ. അവൻ പറഞ്ഞത് ഇപ്പൊന്നും വിളിക്കാൻ പറ്റൂല എന്നാ. ഞാനിവിടെ ആദ്യമായിട്ട് കയറിയില്ലേ കപ്പലിൽ, ഒക്കെ അറിയാന്നുള്ള വയത്തൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കാൻ. അങ്ങനെ ആ പ്രിയപ്പെട്ടവളെ ഒന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇനി റേഞ്ച് വരുമ്പോ ഇൻഷാല്ലാ വിളിക്കാം. 2 ദിവസം കഴിഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞ് നീ സമാധാനമാണ്. റേഞ്ച് വരുമ്പോ ഇൻഷാല്ലാ വിളിക്കാന്ന് പറഞ്ഞു. അവിടെ വീട്ടുകാർ എന്ത് ചെയ്യുന്നറിയോ? റേഞ്ച് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാം. ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ ഒരു പകല് കഴിഞ്ഞു, ഒരു രാത്രി കഴിഞ്ഞു, കടമത്ത് ദ്വീപിലെത്തി. അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ഐഡിയയുടെ സിമ്മ. അവിടെ ഐഡിയയുടെ സിമ്മും എയർടെലിന്റെ സിമ്മും ഒന്നും ഒരു രക്ഷയില്ല. BSNL മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതെന്ത് ചെയ്യും? അങ്ങനെ അവിടുത്തെ ഒരു സംഘാടകർ പോയി ഒരു BSNL നമ്പരൊക്കെ കൊണ്ടുവന്നു. ആ നമ്പരൊക്കെ ഇതിനകത്തോട് കയറ്റി എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചപ്പോണ്ടല്ലോ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിശബ്ദമായി. എന്തേ എന്റെ പ്രിയപ്പെട്ടവരെ, കടലിന്റെ മുകളിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് പ്രിയപ്പെട്ടവന്റെ ആദ്യത്തെ സംഭാഷണം കേട്ടപ്പോൾ അകന്നു നിന്നതിന്റെ വേദന മലപ്പുറത്ത് പ്രസംഗത്തിന് പോകുന്ന പോലെയാണോ, കോഴിക്കോട് പ്രഭാഷണത്തിന് പോകുന്ന പോലെയാണോ? ഒരാഴ്ച കിടന്ന് മടങ്ങി വന്നാൽ ആ സമയത്ത് സങ്കടമില്ല പ്രിയപ്പെട്ടവരെ, സങ്കടമില്ല. ഇതെവിടെയാണ് പോയിരിക്കുന്നതല്ല? 4 ഭാഗത്ത് ചുറ്റും കടലാര ഏകദേശം 13 കിലോമീറ്ററുകൾ മാത്രമുള്ള കടമത്ത് ദ്വീപിലേക്കല്ലേ പോയിരിക്കുന്നത്? അല്ലാഹുവേ, ആ ചിന്ത ഇങ്ങനെ മനസ്സിനെ വല്ലാതെ നീറിപ്പുകച്ചുകൊണ്ടിരുന്നപ്പോഴാ ഫോണ് വരുന്നേ. സങ്കടം കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇമാമുനാ ഹറമൈനി റളിയല്ലാഹു അൻഹു പറയുകയാ, യാത്ര ശിക്ഷയുടെ ഭാഗമാകുന്നത് എങ്ങനെയെന്നറിയോ? ഭാര്യയെ പിരിയുമ്പോഴാ, മക്കളെ പിരിയുമ്പോഴാ, കുടുംബക്കാരെ പിരിയുമ്പോഴാ, അവരെല്ലാം പിരിഞ്ഞുകൊണ്ട് ദൂരേക്ക് യാത്ര പോകുമ്പോ ചിത്രത്തും മിനല്ലരാ
അതൊരു ശിക്ഷയുടെ ഭാഗം തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു യാത്ര പോയ മനുഷ്യനുണ്ട്. ഗൾഫിലേക്കാണ് എന്ന് നിങ്ങൾ കണക്കാക്കണ്ട, ഗൾഫിൽ തന്നെ നടന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം. പ്രിയപ്പെട്ട ഭാര്യയോട് ഞാൻ പോയിട്ട് വരട്ടെ, പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരിപ്പുണർന്നുകൊണ്ട് പൊന്നുമോനെ ഉപ്പ പോവുകയാണ്. ഏതു പ്രവാചകനാണങ്ങനെ പറഞ്ഞത്? ഏതു പ്രവാചകനാണങ്ങനെ പറഞ്ഞത് അറിയുമോ നിങ്ങൾക്ക്? ആയിരക്കണക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാക്കളുടെ പോസ്റ്റർ കാണുമ്പോ ഓടി വന്നുകൊണ്ട് ഈ സരസിൽ വന്നിരുന്നുകൊണ്ട് പഠിക്കാനൊന്നുമില്ലെങ്കിൽ മനസ്സ് നിറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അതിലൊന്നാമീ പറയാമല്ലോ എന്ന് കരുതിയിട്ട് ഓടിയെത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രവാചകനാണ് പ്രിയപ്പെട്ട ഭാര്യയെ മാറ്റിവെച്ചുകൊണ്ട്, മോനെ മാറ്റിവെച്ചുകൊണ്ട് അവരോട് സലാം പറഞ്ഞുകൊണ്ട് യാത്ര പോയ പ്രവാചകനേതാ? കയ്യിലേക്ക് പോകുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അല്ലാഹുവേ ആ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് നിൽക്കുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കാ. ഈ ലോകത്തെ ഇബാദത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി അല്ലാഹു പടച്ചതമ്പരോ ഇസ്ലാമിന്റെ ചൈതന്യം പൂർണ്ണമായി വാരിപ്പുണർന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമേ കഅബ. പരിശുദ്ധ മക്കയിലേക്ക്, മദീനയിലേക്ക് പോയ പ്രിയപ്പെട്ട വിശ്വാസികളുടെ മനസ്സിന്റെ അകത്തളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജകുമാരനെ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും പൊന്നുമോനോടും യാത്ര പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കടവല്ലൂര് ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോ യാത്ര പറഞ്ഞ് വാഹനം തന്റെ കാമ്പൗണ്ടിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ റൂമിന്റെ അകത്തേക്ക് പോയി കമഴ്ന്ന് കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന കടവല്ലൂരിലെ പെണ്ണേ, അന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ചോദിച്ചതാ, അല്ലാഹു അറിയിച്ചത് പ്രകാരമാണോ താങ്കൾ പോകുന്നത്? അതേ എന്ന് സമ്മതം മൂളി. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞതെന്താ? റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി. അല്ലാഹുവിന്റെ പൊന്നുമോനെ താമസിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഒന്നുമില്ല പടച്ചവരെ, നീ എല്ലാവരും ആരുമില്ല. ബൈത്തുൽ മുഹറമിന്റെ ഭാഗത്തിന്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞിനെയും ഇട്ടിട്ട് ഞാൻ നിന്നെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പോവുകയാണ് പടച്ചവര്. ആധുനിക കാലഘട്ടത്തിലെ ഗൾഫുകാര് മറന്നുപോലെ ഒരു രംഗമാണിത് പറയാൻ പോകുന്നേ. ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്ര ചോദിക്കുമ്പോ, മക്കളെ വാരിപ്പുണർന്നുകൊണ്ട് യാത്ര ചോദിക്കുമ്പോ, പള്ളിയിലെ ഉസ്താദ് വന്നിരുന്ന് ഫാത്തിയോടുമ്പോ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുന്നത് പോലെ ഒരാമീ പറഞ്ഞിട്ട് പോകുന്നത് കൊണ്ടായില്ല. നിന്റെ ഭാര്യ അല്ലാഹുവെ ഏൽപ്പിക്കണം പോലെ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹുവെ ഏൽപ്പിക്കണം ചെറുപ്പക്കാരാ, നിന്റെ കുടുംബത്തെ അല്ലാഹുവെ ഏൽപ്പിക്കണം പോലെ. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് സുഹ്റുഫ് പറയുകയാണ്, അത്ഭുതകരമാരായത്താണ്, ഞാൻ വല്ലാതെ ഞെട്ടിത്തെറിച്ചു പോരായത്താണ്. ഓരോ ഗൾഫുകാരും മനസ്സുകൊണ്ട് താലോലിക്കേണ്ട ആയത്താ. വിദേശ രാജ്യത്ത് പറക്കാൻ മോഹിക്കുന്ന, മാസത്തിൽ 3 പ്രാവശ്യം കടൽ കടന്നു പോകുന്ന, വർഷത്തിൽ 10 പ്രാവശ്യം കടൽ കടന്നു പോകുന്ന പ്രവാസികളുടെ മനസ്സിന്റെ കത്ത് പതിഞ്ഞിരിക്കാനുള്ള ആയത്താ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് സുഹ്റുഫ് പറയുകയാ, വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ. നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതിന് അല്ലാഹു പടച്ചതമ്പുരാ നിങ്ങൾക്കാക്കി തന്നിരിക്കുകയാ. ആ വാഹനത്തിന്റെ മുകളിൽ നിങ്ങൾ സ്ഥിരതയാകാൻ വേണ്ടി അല്ലാഹു പടച്ചതമ്പുരാന്റെ നിഅമത്തിനെ ആലോചിക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു തന്നിരിക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയുകയാ, ആ വിപുലമായ വാഹനത്തിന്റെ അകത്തേക്ക് നിങ്ങൾ കയറുമ്പോ വതഖൂലൂ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ.
ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്, വെറും ഒരു ദിക്റല്ല. ഈ ആയത്തിനെ ചില ആൾക്കാർ ബൈക്കിന്റെ ചോട്ടിൽ ഇങ്ങനെ ഒരു യന്ത്രത്തിൽ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കലുണ്ട്. ഖുർആൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോ അവന്റെ താഴ്ഭാഗത്തിരുന്നു കൊണ്ട് ഇത് ഖുർആനിനെ കളിയാക്കല. അത് ഏതെങ്കിലും വണ്ടിയിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്നത്തെ രാത്രിയോടുകൂടി ഇൻഷാ അല്ലാഹ് എടുത്തു മാറ്റണം. അത് നിന്റെ തലയെ വെച്ചുകൊണ്ട് വെക്കും. അത് അതിന്റെ മുകളിൽ കയറിയിരിക്കാൻ നീ ആളായിട്ടില്ല. പണവും പവറും ഒക്കെ വരും, പലതും ലോകം കണ്ടുപിടിക്കും. അതിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് വാഹനം ഓടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആളായിട്ടില്ല. നമ്മൾ ബൈക്കിന്റെ അകത്തേക്ക് ഒരു കാലം കൊണ്ടെടുത്ത് പൊക്കി വെക്കുമ്പോ ന്യൂട്രാകുമ്പോ അതിന്റെ അടിയിൽ നിന്ന് സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിൻ. അത് ശരിയാണ്. ഖുർആൻ പറയുന്നത് ഈ പറയാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ പറയുന്നതിൽ ഒരു അത്ഭുതമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ അത് പറഞ്ഞു തരികയാണ്. സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന ഈ വാഹനം ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിയൂല. ഞങ്ങളതിൽ യാത്ര ചെയ്യാൻ പോവാണ്. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരേണ്ടവർ തന്നെയാണ്. എന്തേ അങ്ങനെ ഒരു വാക്ക് പറയാനുള്ള കാരണം? അങ്ങനെ ഒരു വാക്ക് പറയാനുള്ള കാരണമെന്തേ? ബഹുമാനപ്പെട്ട ഇമാമന റാസി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പ്രിയപ്പെട്ടവരെ, യാത്രയെന്ന് പറയുന്നത് മരണത്തിന്റെ പല മുഖങ്ങളുടെ ഒരു മുഖമാണ് യാത്ര. മരണത്തിന്റെ പല മുഖങ്ങളുടെ ഒരു മുഖമാണ് യാത്ര. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ് അല്ലാഹ്. മരണത്തിലേക്കുള്ള ഒരു വാതിൽ തന്നെയാണ് യാത്ര. മരണചിന്ത യാത്രക്കാരന്റെ മനസ്സ് നിറച്ച് എപ്പോഴും ആ മരണചിന്ത ഉണ്ടായിരിക്കണം. സദാസമയവും ആ മരണചിന്ത ഉണ്ടായിരിക്കണം. അതിനാണ് ഈ ദുആ പറയാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എത്രയോ ഗൾഫിലേക്ക് പോയവരുടെ മയ്യിത്തല്ലേ പുറത്തേക്ക് നാട്ടിലേക്ക് പിന്നെ കൊണ്ടുവന്നത്. അല്ലാഹുവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, ലീവിന് വന്നിരിക്കുന്നവര്, അടുത്ത ലീവിന് വരുമ്പോ മക്കളെ ബേഗ് കൊണ്ടുവരാ, അടുത്ത ലീവിന് കൊണ്ടുവരുമ്പോ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരാ, അടുത്ത ലീവിന് വരുമ്പോ സൗദി അറേബ്യയുടെ ഏറ്റവും നല്ല വറവ കൊണ്ടുവരാ എന്നെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ട് വിദേശ രാജ്യത്തിലേക്ക് പറന്നു പോകുന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ മയ്യത്ത് അല്ലാഹുവേ പെട്ടിയിലടച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് വരുന്ന രംഗം വരുത്തല്ല അല്ലാ, വരുത്തല്ല അല്ലാ, വരുത്തല്ല അല്ലാ. സാധുവാകവി ദുആ ചെയ്യാൻ മറക്കൂല. കാരണം എത്രയോ മദ്രസകൾക്ക് വേണ്ടി സുറക്ക് ചോദിക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് ഗൾഫുകാരാ, പ്രവാസികളാണ്. പള്ളി മിനാരങ്ങൾക്ക് കാശ് കൊടുക്കുന്നത്, ആണ്ട് നേർച്ചകൾക്ക് ചോറ് വെച്ചു കൊടുക്കുന്നത്, അനാഥ മക്കൾക്ക് കെട്ടിടം കെട്ടിക്കൊടുക്കുന്നത്, ക്യാൻസർ രോഗികളെ സഹായിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ആ സംരംഭങ്ങളെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന എന്റെ പാവപ്പെട്ട പ്രവാസികളെ മറക്കാ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സാധുവായ നൗഷാദ് വാക്കുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പറയുന്ന മരണമോർക്കാതെ യാത്ര ചെയ്യില്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിൽ ഓച്ചിറക്കടുത്ത് 3 സഹോദരങ്ങളെ കൊണ്ടുവന്നടക്കിയത് ഞാൻ മറന്നുപോയില്ല. എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ട് പോയവരാ, എന്തൊക്കെ ആഗ്രഹങ്ങളുമായിട്ട് പോയവരാ, എന്തൊക്കെ ആശകളും തലയിൽ ചുമന്നുകൊണ്ട് പോയവരാ. കുടുംബത്തെ വളർത്താൻ, കുടുംബത്തെ പോറ്റാൻ, അവരെ കണ്ണീര് മാറ്റാൻ, അവരെ സങ്കടം തീർക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് യാത്ര പോയ ആ 3 സഹോദരങ്ങൾ റാസൽ കൈമയിൽ വെച്ച് വാഹനാപകടത്തിൽപ്പെട്ടിട്ട് ആ 3 പേരുടെ മയ്യത്ത് ഒരുപോലെ കൊണ്ടുവന്ന നാട്ടിലടക്കിയപ്പോ എന്നോടൊരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, ഉസ്താദേ, ഗൾഫിലേക്ക് പോകുമ്പോ നമ്മുടെ ലഗേജ് തൂക്കി നോക്കാറുണ്ട്, എത്ര കിലോ എന്ന് നോക്കിയിട്ട് അധിക കാശ് വേണമെങ്കിൽ നമ്മളതിന് കൊടുക്കാറുണ്ട്. പക്ഷേ വിദേശ രാജ്യത്ത് വെച്ച് ഞങ്ങളെങ്ങാനും മരണപ്പെട്ടു പോയാൽ,
വിദേശ രാജ്യത്ത് വെച്ച് പ്രവാസികൾ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ പ്രിയപ്പെട്ട വിദേശ രാജ്യത്ത് കഴിയുന്ന സഹോദരന്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാ. സുബ്ഹാനല്ലാഹ്, മയ്യത്തിനെ തൂക്കി നോക്കും ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനൊരവസ്ഥ കൊടുക്കല്ല അല്ലാഹ്. ആ മയ്യത്തിനെ തൂക്കി നോക്കും പെങ്ങള്, നിന്നെ വളർത്താ, നിന്റെ മക്കളെ വളർത്താ, നിന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറ്റാ, എല്ലാം മറന്നുകൊണ്ട് എന്നും ത്യാഗം സഹിക്കാൻ വിധിക്കപ്പെട്ടവനായി, എന്നും കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവനായി, എന്നും പൊട്ടിക്കരയാൻ വിധിക്കപ്പെട്ടവനായി കേവലം 2 മാസത്തെ ലീവിന് വന്ന് നിൽക്കുമ്പോ ആ മാസത്തിൽ പോലും എത്ര ദിവസമാണ് പെണ്ണ് ആ ഗൾഫുകാരനുമായി നീ പിണങ്ങിക്കഴിയുന്നത് പൊന്നുമോളെ. ആ പ്രിയപ്പെട്ടവൻ വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെട്ടു പോയാൽ അവന്റെ മയ്യത്ത് തന്നെ തൂക്കി നോക്കുകയാ. 1 കിലോക്ക് ഇത്ര രൂപ വെച്ച് 50 കിലോ ഉണ്ടെങ്കിൽ 60 കിലോ ഉണ്ടെങ്കിൽ അതിന്റെ കാശടച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട പ്രവാസികളുടെ മയ്യത്ത് കൊണ്ടുവരുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ വളർത്തോ, ഞങ്ങളുടെ ഉമ്മയെ പോറ്റോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കുക. വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അങ്ങനെ ഒരു ദുരന്തം കൊടുക്കല്ല അല്ലാഹ്. അതുകൊണ്ട് യാത്ര പുറപ്പെടാൻ നേരം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അത് യന്ത്രം പറഞ്ഞാ പോരാ, വിഷയം പറഞ്ഞാ പോരാ, നീ പറയണം. എന്നിട്ട് യാത്ര പുറപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്നെ ഏൽപ്പിക്കുന്ന പടച്ചവരെ സർവ്വതും. ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് ഒരു പറവ വന്ന് തട്ടിയാൽ, ഒരു പറവയുടെ ചിറക് വന്ന് തട്ടിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത ദുരന്തമായി തീരില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടിറങ്ങുക. എന്തോരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. എന്നോടൊരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, എന്റെ കൂടെ യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ നിന്ന് യാത്ര ചെയ്ത കരുനാഗപ്പള്ളി ഭാഗത്തുള്ള ഒരു സഹോദരൻ, ആ ഫ്ലൈറ്റ് അങ്ങനെ ഉയർന്ന മുകൾ ഭാഗത്തേക്ക് പൊങ്ങിയപ്പോ സൈഡിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് നോക്കിയിട്ട് ആ സഹോദരൻ പറയുന്ന, ഉസ്താദ് കൈവിട്ട കളിയാണ് ഉസ്താദേ, കൈവിട്ട കളിയാ. കാരണം പറന്നു പൊങ്ങിക്കഴിഞ്ഞു. താഴേന്ന് നോക്കിയാൽ ഇച്ചിരിയേ ഉള്ളൂ. എന്തൊക്കെയാ അതിൻ്റെ അകത്ത്, എത്ര സ്വപ്നങ്ങളാ, എവിടെയൊക്കെ കൊണ്ടുപോകാനുള്ള എത്ര ലഗേജുകളാ, എല്ലാം അതിലാ. കൈവിട്ട കളിയല്ലേ. അതുകൊണ്ട് സഹോദരിമാരെ,